ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ലിറ്റിൽ കൈറ്റ്സ് എക്സാം ആണ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യൂ. ഇന്റർനെറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനുമുള്ള യൂണീക്ക് അഡ്രസ് ഏതാണ്? ഉത്തരം കമ്പ്യൂട്ടറിനുള്ള യൂണീക്ക് അഡ്രസ് IP അഡ്രസ്. ഒരു ഫയലിൻ്റെയോ ഫോൾഡറിൻ്റെയോ പേര് മാറ്റാൻ സഹായിക്കുന്ന കീബോർഡിലെ കീ ഏതാണ്? ഉത്തരം കീബോർഡിലെ F2 എന്ന കീ. ബൈഗ്ലോബ് ഏത് രാജ്യത്തെ പ്രധാന സെർച്ച് എഞ്ചിനാണ്? ഉത്തരം ജപ്പാന്റെ പ്രധാന സെർച്ച് എഞ്ചിനാണ് ബൈഗ്ലോബ്. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാടാണ് എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഉപയോക്താവിനും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും ഇടയിലുള്ള ഇന്റർഫേസിനെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് ഉപയോക്താവിനും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും ഇടയിലുള്ള ഇന്റർഫേസിനെ വിളിക്കുന്നത്. ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉത്തരം ക്രീപ്പർ വൈറസ് ആണ് ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ്. ഉപയോക്താവിനും ഇന്റർനെറ്റിനും ഇടയിലുള്ള ഇന്റർഫേസിനെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ഉപയോക്താവിനും ഇന്റർനെറ്റിനും ഇടയിലുള്ള ഇന്റർഫേസിനെ വിളിക്കുന്നത് ബ്രൗസർ. ലോകമെമ്പാടും നിലനിൽക്കുന്ന ചെറിയ നെറ്റ്വർക്കുകളുടെ ശൃംഖലയെ വിളിക്കുന്നത് എന്താണ്? ഉത്തരം ഇന്റർനെറ്റ്. ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവ്വവിജ്ഞാനകോശം ഏതാണ്? ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവ്വവിജ്ഞാനകോശം ഏതാണ്? ഉത്തരം വിക്കിപീഡിയ. ഇന്ത്യയിൽ മൊബൈൽ ബാങ്കിംഗ് ആദ്യമായി ലഭ്യമായത് ഏത് വർഷമാണ്? ഉത്തരം 2002 ഇന്ത്യയിൽ മൊബൈൽ ബാങ്കിംഗ് ആദ്യമായി ലഭ്യമായത്. 10G നെറ്റ്വർക്ക് പരീക്ഷിച്ച രാജ്യം ഏതാണ്? ഉത്തരം ചൈനയാണ് 10G നെറ്റ്വർക്ക് പരീക്ഷിച്ച രാജ്യം. സ്ഥിരമായതും മാറ്റം വരുത്താൻ കഴിയാത്തതുമായ കമ്പ്യൂട്ടറിലെ മെമ്മറി ഏതാണ്? സ്ഥിരമായതും മാറ്റം വരുത്താൻ കഴിയാത്തതുമായ കമ്പ്യൂട്ടറിലെ മെമ്മറി ഏതാണ്? ഉത്തരം സ്ഥിരമായതും മാറ്റം വരുത്താൻ കഴിയാത്തതുമായ കമ്പ്യൂട്ടറിലെ മെമ്മറിയാണ് റോം. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അലൻ ട്യൂറിംഗ് ആണ് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഔട്ട്പുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. ഉത്തരം പ്രിന്റർ, മോണിറ്റർ എന്നിവ ഔട്ട്പുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കാണാനും സ്പർശിക്കാനും കഴിയുന്ന ഭാഗങ്ങളെ എന്താണ് പറയുന്നത്? ഉത്തരം ഹാർഡ്വെയർ എന്നാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കാണാനും സ്പർശിക്കാനും കഴിയുന്ന ഭാഗങ്ങളെ പറയുന്നത്. AVI ഏത് തരം ഫയലിന്റെ ഫോർമാറ്റാണ്? AVI ഏത് തരം ഫയലിന്റെ ഫോർമാറ്റാണ്? ഉത്തരം വീഡിയോ ഫയൽ ഫോർമാറ്റാണ് AVI. കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? ഉത്തരം Ctrl+C ആണ് കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ. ഇന്ത്യ ആഗോള ഇന്റർനെറ്റ് പൊതു ശൃംഖലയിൽ ചേർന്നത് ഏത് വർഷമാണ്? ഉത്തരം 1995 ഇന്ത്യ ആഗോള ഇന്റർനെറ്റ് പൊതു ശൃംഖലയിൽ ചേർന്നത്. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്?
ഉത്തരം ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ജിംബ് ഔദ്യോഗിക ചിഹ്നത്തിന്റെ പേര് എന്താണ്? ജിംബ് ഔദ്യോഗിക ചിഹ്നത്തിന്റെ പേര് എന്താണ്? ഉത്തരം ജിംബിന്റെ ഔദ്യോഗിക ചിഹ്നത്തിന്റെ പേരാണ് വിൽബർ. യൂണിവാക്കിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ് യൂണിവാക്കിന്റെ പൂർണ്ണരൂപം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.